നല്ല മഴ സമയത്ത് ആരെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുമോ? അതും ഇടുക്കി പോലുള്ള സ്ഥലത്ത്. പക്ഷെ ഞങ്ങൾ പോയി ഗൈസ്. വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു 17 ഫാമിലി മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചൊരു ട്രിപ്പായിരുന്നു കുളമാവിലെ ഗ്രീൻബർഗ് റിസോർട്ട്. ഈ സമയത്ത് ന്യൂനമർദ്ദത്തിന്റെ രൂപത്തിൽ മഴയെത്തുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏതായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറാം. 70 ഏക്കറോളം വരുന്ന ഒരു റിസോർട്ടാണിത്. ഇവിടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്താലും തീരാത്തത്ര ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലേക്ക്. ഇതിൽ കയാക്കിങ്ങും ചങ്ങാട് ഉപയോഗിച്ചുള്ള ബോട്ടിങ്ങും ഒക്കെയുണ്ട്. മഴയില്ലാതെ വളരെ കുറച്ച് സമയം കിട്ടിയപ്പം ഞങ്ങൾ ഓടി വന്നതാണിവിടെ. മഴയായതുകൊണ്ട് തന്നെ അട്ടയുടെ ശല്യമുണ്ട് ഇവിടെ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഷിനിച്ചേട്ടൻ്റെ എയർഫോഴ്സിലെ ഫ്രണ്ട്സായിരുന്നു ഈ 17 ഫാമിലീസും. അടുത്ത മഴ വരുന്നത് കണ്ടുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ട് ലക്ഷ്യമാക്കി നടന്നു. ഇവിടെ നല്ലൊരു പൂളുണ്ട്. പക്ഷേ ഈ നല്ല തണുപ്പ് സമയത്ത് എങ്ങനെ പൂളിൽ ഇറങ്ങണം എന്നാലോചിച്ചുള്ള നിൽപ്പാണ് ഞങ്ങളൊക്കെ. കുറച്ച് പേരൊക്കെ ഇറങ്ങി കേട്ടോ, മഴയൊന്നും വകവയ്ക്കാതെ. പക്ഷേ എനിക്കെന്തോ നല്ല തണുപ്പും വെള്ളത്തിൽ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങാൻ തോന്നിയില്ല. ഭക്ഷണമൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതിനുശേഷം രാത്രി നല്ലൊരു കൾച്ചറൽ പ്രോഗ്രാമും DJ ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു രാത്രി 1 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പം. അതിനുശേഷം രാവിലെ അവർ നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകും. നല്ല അടിപൊളി സ്പോട്ടിലേക്കായിരുന്നു. കുറച്ച് സമയം മഴ മാറി നിന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. പിന്നെ ഒരു തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. നല്ല അടിപൊളി യാത്രയായിരുന്നു.